അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ലുക്മാനുൽ ഹക്കീം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് നൽകിയ വ്യക്തിയായിരുന്നു. അർത്ഥവത്തായ ധാരാളം വാചകങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അദ്ദേഹം അടിമയായിരുന്നു, ആശാരിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ യജമാനൻ ഒരിക്കലൊരു ആടിനെ അറുത്ത് ആ ആടിൻ്റെ ഏറ്റവും മോശമായ 2 അവയവങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം ആടിൻ്റെ നാവും ഹൃദയവുമായി യജമാനൻ്റെ മുന്നിലേക്ക് വന്നു. ഫഅതാഹു ബിൽ ലിസാനി വൽ ഖൽബ്. അപ്പം യജമാനൻ ചോദിക്കുന്നുണ്ട്, ഇതാണോ ആടിൻ്റെ ശരീരത്തിലെ ഏറ്റവും മോശമായ അവയവം? അപ്പം അദ്ദേഹം പറഞ്ഞു, അതെ. മറ്റൊരാടിനെ അറുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഈ ആടിൻ്റെ ഏറ്റവും നല്ല 2 അവയവങ്ങളുമായി നീ വരണം. ഇത്തിനി ബി അത്യബിഹ മുദഅതൈൻ. ആ സമയത്തും അദ്ദേഹം ഫഅതാഉ ബിൽ ലിസാനി വൽ ഖൽബ്, ആടിൻ്റെ നാവും ഹൃദയവുമായി കടന്നു വന്നു. അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യജമാനൻ ചോദിക്കുന്നുണ്ട്, നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും മോശമായത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും ആടിൻ്റെ ലിസാനും കൽബുമാണല്ലോ കൊണ്ടുവന്നത്, അതെന്തുകൊണ്ടാണ്? മഹാനായ ലുക്മാനുൽ ഹക്കീം അതിന് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, ലൈസ ഷൈഉൻ അത്യബ മിൻഹുമാ. ഈ അവയവത്തേക്കാൾ ഈ 2 അവയവങ്ങൾ അവ നന്നായാൽ അവ 2നോളം നല്ലതായി മറ്റൊന്നുമില്ല. വല അഖ്ബസ മിൻഹുമ ഇദാ ഖബുസ. അത് മ്ലേച്ഛമായാൽ, ആ 2 അവയവങ്ങൾ കേടായാൽ അവയോളം മ്ലേച്ഛമായ യാതൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ഹൃദയം എത്രമാത്രം നല്ലതാണ്, അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഹൃദയം എത്രമാത്രം മോശമാകാൻ സാധ്യതയുണ്ട് എന്ന് വളരെ ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ മഹാനായ ലുക്മാനുൽ ഹക്കീം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിശിഷ്ടമായ അവയവം അത് ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ വിശ്വാസികൾ മനസ്സിലാക്കണം. ഹൃദയം കൽബി എന്ന പദത്തിന് ഇളകിയാടുന്നത് വെള്ളത്തിലിട്ട മഞ്ഞുകട്ടയെപ്പോലെ അത് ചലിച്ചുകൊണ്ടിരിക്കും. അത് ഹൃദയത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായ പ്രാർത്ഥനകൾ പഠിപ്പിച്ചത്. യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك يا مقلب القلوب ثبت قلبي على دينك يا مسرف القلوب اللهم آت نفسي تقواها തുടങ്ങിയ ധാരാളം പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൃദയത്തെ ശുദ്ധീകരിച്ചവനാണ് വിജയി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ ഖദ് അഫ്ലഹ മൻ തസക്ക. ഈ ആയത്തുകളൊക്കെ പറയുന്നത് ആരാണോ ഹൃദയത്തെ പരിശുദ്ധമാക്കിയത്, ആരാണോ ഹൃദയത്തെ ശുദ്ധീകരിച്ചത്, അവനാണ് പരലോകത്ത് വിജയിക്കാൻ സാധിക്കുക. റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട്, ആ കഷ്ണം നന്നായാൽ നിങ്ങൾ പൂർണ്ണമായി നന്നായി, അത് കേടുവന്നാൽ നിങ്ങൾ പൂർണ്ണമായി കേടുവന്ന എന്നാണ്. അല വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ, അമ്പിയാക്കൾ, അവരുടെ ദൗത്യം എന്തായിരുന്നു, അവരുടെ ഉത്തരവാദിത്തം എന്തായിരുന്നു? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തേക്ക് വന്നത് എന്തിനെ എന്ന് വിശദീകരിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ ജുമഅയിലെ 2ാമത്തെ ആയത്തിലൂടെ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. റസൂലുള്ളാഹിയുടെ ഒരു ദൗത്യമാണ് മനുഷ്യരെ സംസ്കരിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത്, അതേപോലെ തന്നെ പ്രവാചകന്റെ സുന്നത്തുകൾ, ഖുർആനിൻ്റെ വിശദീകരണങ്ങൾ പഠിപ്പിച്ചവരെ സംസ്കരിച്ചത് ചരിത്രത്തിൽ ഏറെ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം അത് പരിശുദ്ധമാകേണ്ടതുണ്ട്. ഹൃദയം കാഠിന്യം ഉള്ളതാകാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിൽ രോഗങ്ങൾ വരാതെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നന്മയിൽ മടി കാണിക്കുക, ഭക്തിയില്ലാതെ ഇബാദത്തുകൾ ചെയ്യുക, ഫർളുകൾ പോലും ഭാരമായി തീരുക, അള്ളാഹുവിൻ്റെ വചനങ്ങൾ സ്വാധീനം ചെലുത്താതിരിക്കുക, ഉപദേശങ്ങൾ അത് വിലപ്പോവാതിരിക്കുക, ഖുർആൻ മനസ്സിലാകാത്ത അവസ്ഥ വരിക, ഇതൊക്കെ
നമ്മുടെ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.